ഹായ് എവരിവൺ. ഇന്ന് നമ്മൾ കീം 2023 ക്വസ്റ്റ്യൻ പേപ്പറാണ് സോൾവ് ചെയ്യാൻ പോകുന്നത്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ലെറ്റ് എഫ് ആർ ടു ആർ ബി എ ഫംഗ്ഷൻ ഡിഫൈൻഡ് ബൈ എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എക്സ് സ്ക്വയർ പ്ലസ് 9. റേഞ്ച് ഓഫ് എഫ് ഈസ്. എഫ് ഓഫ് എക്സിൻ്റെ റേഞ്ച് എങ്ങനെ കണ്ടുപിടിക്കാമെന്ന് വെച്ച് കഴിഞ്ഞാൽ റേഞ്ചിൻ്റെ ഡെഫിനേഷൻ എന്താ? ഔട്ട്പുട്ട് വാല്യൂസ് ദാറ്റ് എഫ് ഓഫ് എക്സ് ക്യാൻ ടേക്ക് ആസ് എക്സ് വേരീസ് ഓവർ ഓൾ റിയൽ നമ്പേഴ്സ്. ഏതൊക്കെ ഔട്ട്പുട്ട് വാല്യൂസ് ആണ് എഫ് ഓഫ് എക്സിന് എടുക്കാൻ പറ്റുക, അതാണ് അതിൻ്റെ റേഞ്ച് എന്ന് പറയുന്നത്. സോ ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് ഫംഗ്ഷൻ്റെ സ്ട്രക്ചർ ഒന്ന് നോക്കാം. സ്ട്രക്ചർ ഓഫ് ഫംഗ്ഷൻ. എഫ് ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ നമുക്ക് തന്നിരിക്കുന്നത് എന്താ? എക്സ് സ്ക്വയർ പ്ലസ് 9 ആണ്. ഇതെന്ന് പറയുന്നത് ഒരു സ്റ്റാൻഡേർഡ് ഫോമാണ്, വിച്ച് ഇസ് ഇൻ ദ ഫോം എ എക്സ് സ്ക്വയർ പ്ലസ് ബി എക്സ് പ്ലസ് സി എന്നുള്ള ഫോമാണ്. ഓക്കെ, ഇനി നമുക്ക് പാരബോളേൻ്റെ വേർട്ടെക്സ് കണ്ടുപിടിക്കാം. സോ ടു ഡിറ്റർമൈൻ വേർട്ടെക്സ് ഓഫ് പാരബോള, ഇത് ഓൾറെഡി എന്ത് ഫോമിലാണ് ഇക്വേഷൻ കിടക്കുന്നത്? പാരബോളയുടെ ഫോമിലാണ്. എക്സ് മൈനസ് എച്ച് ദ ഹോൾ സ്ക്വയർ പ്ലസ് കെ. ഇവിടെ എച്ചിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് 0 ആണ്, കെയുടെ വാല്യൂ എന്ന് പറയുന്നത് 9 ആണ്. ഓക്കെ, സോ പാരബോളേൻ്റെ വേർട്ടെക്സ് എന്ന് പറയുന്നത് ഈസ് 0, 9. എച്ച്, കെ ആണ് വെർട്ടെക്സ് വരിക. സോ ഇവിടെ വേർട്ടെക്സ് എന്ന് പറയുന്നത് 0.9 ആണ്. ഇനി നമുക്ക് എന്താ കാണേണ്ടതെന്ന് വെച്ചാൽ പാരബോളയുടെ ഡയറക്ഷനാണ് കാണേണ്ടത്. ഡയറക്ഷൻ കാണാൻ വേണ്ടിയിട്ട് എക്സ് സ്ക്വയറിൻ്റെ കോഎഫിഷ്യൻ്റ് എന്താണെന്ന് നോക്കാം. എക്സ് സ്ക്വയറിൻ്റെ കോഎഫിഷ്യൻ്റ് 1 ആണ്. 1 എന്ന് പറയുന്നത് പോസിറ്റീവാണ്. സോ എക്സ് സ്ക്വയറിൻ്റെ കോഎഫിഷ്യൻ്റ് പോസിറ്റീവാണ് പാരബോള, അതുകൊണ്ട് ഓപ്പൺസ് അപ്വേർഡ്സ്. ഇനി നമ്മൾ കാണുന്നത് മിനിമം വാല്യൂ ഓഫ് ഫംഗ്ഷനാണ്. റേഞ്ച് കാണാൻ വേണ്ടിയിട്ട് നമുക്ക് മിനിമം വാല്യൂ വേണം, മാക്സിമം വാല്യൂ വേണം. സോ മിനിമം വാല്യൂ കാണാൻ വേണ്ടിയിട്ട് മിനിമം വാല്യൂ ഒക്കെ ചെയ്യുന്നത് വെർട്ടെക്സ് ഓഫ് പാരബോളയിലാണ്. വൈ കോർഡിനേറ്റ് ഓഫ് വെർട്ടെക്സ് എന്ന് പറയുന്നത് 9 ആണ്. എന്ന് പറയുമ്പോൾ മിനിമം വാല്യൂ ഓഫ് എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത് 9 ആണെന്നാണ് പറയുന്നത്. പാരബോള അപ്വേർഡ്സ് ആണ് ഓപ്പൺ ആവുന്നത്. മിനിമം വാല്യൂ 9 ആണ്. സോ ഫംഗ്ഷൻ എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത് ടേക്സ് ഓൾ വാല്യൂ സ്റ്റാർട്ടിങ് ഫ്രം 9 ഇൻക്രീസസ് വിത്തൗട്ട് ബൗണ്ട്. അതുകൊണ്ട് റേഞ്ച് എന്ന് പറയുന്നത് നമുക്ക് എന്താ പറയാം? സ്റ്റാർട്ടിങ് ഫ്രം 9 ടു ഇൻഫിനിറ്റി. സെക്കൻഡ് ക്വസ്റ്റ്യൻ, ലെറ്റ് എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എക്സ് മൈനസ് 1 ബൈ എക്സ് പ്ലസ് 1. Let S equal to set of x element of R, f0 f inverse of x equal to x does not hold. Cardinality of x is. നമ്മൾ കാണുന്നത് എസിൻ്റെ കാർഡിനാലിറ്റി ആണ്. ഒരു എസിൻ്റെ കാർഡിനാലിറ്റി എങ്ങനെ കാണാമെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൽ ആ സെറ്റിൽ എത്ര നമ്പർ ഓഫ് എലമെൻറ്റ്സ് ഉണ്ടെന്നുള്ളതാണ് കാർഡിനാലിറ്റി എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. സോ ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് തന്നിരിക്കുന്ന ഫംഗ്ഷൻ എടുക്കാം. എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എക്സ് മൈനസ് 1 ഡിവൈഡ് ബൈ എക്സ് പ്ലസ് 1 ഗിവൺ ആണ്. ഇനി നമ്മൾ ഇതിൻ്റെ ഇൻവേഴ്സ് ഫംഗ്ഷൻ കാണണം, വിച്ച് ഈസ് ഈക്വൽ ടു എഫ് ഇൻവേഴ്സ് ഓഫ് എക്സ്. എഫ് ഇൻവേഴ്സ് ഓഫ് എക്സ് കാണാൻ വേണ്ടിയിട്ട് തിരിക്കാം. 1 പ്ലസ് എക്സ് ഡിവൈഡ് ബൈ 1 മൈനസ് എക്സ് എന്നാണ്. ഇനി നമ്മൾ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് വേരിഫൈ എഫ് ഓഫ് എഫ് ഇൻവേഴ്സ് ഓഫ് എക്സ് എന്നുള്ളത് വെരിഫൈ ചെയ്യണം. ഓക്കെ, അതിന് വേണ്ടിയിട്ട് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ചെക്ക് ചെയ്യേണ്ടത് എന്താ? ഇവിടെ തന്നേക്കുന്നത് എഫ് ഇൻവേഴ്സ് ഓഫ് എക്സ് ഈക്വൽ ടു ഈസ് നോട്ട് ഈക്വൽ ടു എക്സ്, ബിക്കോസ് എക്സ് ഡസ് നോട്ട് ഹോൾഡ് എന്നാണ് തന്നേക്കുന്നത്. നോട്ട് ഈക്വൽ ടു എക്സ് ആണെന്നുള്ളതാണ് പ്രൂവ് ചെയ്യേണ്ടത്. അപ്പോൾ ഇവിടെ എഫ് ഇൻവേഴ്സ് ഓഫ് എക്സിൻ്റെ വാല്യൂ കാണുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? എഫ് ഇൻവേഴ്സ് എക്സ് എന്ന് പറയുന്നത് 1 പ്ലസ് എക്സ് ഡിവൈഡഡ് ബൈ 1 മൈനസ് എക്സ് ആണ്. ഇനി നമുക്ക് ഈ ഇക്വേഷനിലേക്ക് എഫ് അപ്ലൈ ചെയ്ത് നോക്കാം. അപ്പോൾ എഫ് ഓഫ് 1 പ്ലസ് എക്സ് ഡിവൈഡഡ് ബൈ 1 മൈനസ് എക്സ് എന്നുള്ളത് 1 പ്ലസ് എക്സ്
എഫ് ഓഫ് എക്സ് എന്താ എക്സ് മൈനസ് വൺ ഡിവൈഡ് ബൈ എക്സ് പ്ലസ് വൺ. ഇവിടെ എക്സിൻ്റെ സ്ഥാനത്ത് 1 + x ബൈ 1 - x ആണ്. അപ്പോൾ എക്സിൻ്റെ സ്ഥാനത്ത് 1 + x ഡിവൈഡ് ബൈ 1 - x മൈനസ് 1 ഡിവൈഡഡ് ബൈ എക്സിൻ്റെ സ്ഥാനത്ത് 1 + x ഡിവൈഡ് ബൈ 1 - x പ്ലസ് 1. ഇതാണ് നമ്മുടെ ഇക്വേഷൻ. സോ ഇത് സോൾവ് ചെയ്ത് വരുമ്പോൾ നമുക്ക് എന്നിട്ടും എല്ലാം ഓപ്പൺ 1 + x മൈനസ് ഓഫ് 1 - x ഡിവൈഡഡ് ബൈ 1 - x ഡിവൈഡഡ് ബൈ 1 + x പ്ലസ് 1 - x ഡിവൈഡഡ് ബൈ 1 - x. സോ രണ്ടും ഇക്വേഷൻസ് 1 - x 1 - x കട്ട് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും നമ്മുടെ ഇക്വേഷൻ ഈക്വൽ ടു 2x ഡിവൈഡഡ് ബൈ 2 എന്നുള്ള രീതിക്കാവും, വിച്ച് ഈസ് ഈക്വൽ ടു 2. ഇനി നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വി ഹാവ് ടു ഐഡൻറ്റിഫൈ വേർ എഫ് ഓഫ് എക്സ് അല്ലെങ്കിൽ എഫ് ഇൻവേഴ്സ് ഓഫ് എക്സ് ഈസ് അൺഡിഫൈൻഡ് എന്നുള്ളത്. ഇവിടെ 2x ബൈ 2 എന്ന് പറയുന്നത് നമുക്ക് എക്സ് ആണ് കിട്ടിയത്. നെക്സ്റ്റ് വി ഹാവ് ടു ഐഡൻറ്റിഫൈ വേർ എഫ് ഓഫ് എക്സ് അല്ലെങ്കിൽ എഫ് ഇൻവേഴ്സ് ഓഫ് എക്സ് എന്ന് പറയുന്നത് അൺഡിഫൈൻഡ് ആയിട്ടുള്ള ഏരിയ. എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എക്സ് മൈനസ് 1 ഡിവൈഡഡ് ബൈ എക്സ് പ്ലസ് 1 ഈസ് അൺഡിഫൈൻഡ് എപ്പോഴാണ്? വെൻ എക്സ് ഈക്വൽ ടു -1 ആവുമ്പോഴാണ്. അതേപോലെ തന്നെ എഫ് ഇൻവേഴ്സ് ഓഫ് എക്സ് എന്ന് പറയുന്നത് 1 + x ഡിവൈഡ് ബൈ 1 - x അൺഡിഫൈൻഡ് ആവുന്നത് എക്സ് ഈക്വൽ ടു 1 ആവുമ്പോഴാണ്. ഓക്കെ, സോ എസ് കണ്ടെയ്ൻസ് വാല്യൂ ഓഫ് എക്സ് ഫോർ വിച്ച് എഫ് ഇൻവേഴ്സ് ഓഫ് എക്സ് ഈക്വൽ ടു എക്സ് ഡസ് നോട്ട് ഹോൾഡ് ആണ്. അത് ആകെ ഹാപ്പൻ ചെയ്യുന്നത് എക്സ് ഈക്വൽ ടു 1 മാത്രമാണ്. സോ എസ് എന്ന് പറഞ്ഞ സെറ്റ് നമുക്ക് കിട്ടി സെറ്റ് ഓഫ് 1 ആണ്. സോ കാർഡിനാലിറ്റി എന്ന് പറയുന്നത് ഈക്വൽ ടു 1, വിച്ച് ഈസ് ദി നമ്പർ ഓഫ് elements in S. Third question, the domain of real valued function f of x equal to root of x square minus 4 plus 1 by root of x square minus 7x plus 6 is. ഡൊമെയിൻ കാണാൻ വേണ്ടിയിട്ട് നമ്മൾ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ വി നീഡ് ടു എൻഷുർ ദാറ്റ് all expressions under the square roots are non-negative and denominator is not 0. ഡിനോമിനേറ്റർ 0 ആവരുത്, സ്ക്വയർ റൂട്ട്സിലുള്ള എല്ലാ എക്സ്പ്രഷൻസും നോൺ നെഗറ്റീവ് ആയിരിക്കണം. സോ നമുക്ക് ഫസ്റ്റ് വേണ്ടത് റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ മൈനസ് 4 എന്ന് പറയുന്നത് നോൺ നെഗറ്റീവ് ആയിരിക്കണം, വിച്ച് മീൻസ് എക്സ് സ്ക്വയർ മൈനസ് 4 എന്ന് പറയുന്നത് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 ആയിരിക്കണം. സോ എക്സ് സ്ക്വയർ എന്ന് പറയുന്നത് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 4 ആയിരിക്കണം. എക്സിൻ്റെ വാല്യൂ ലെസ് ദാൻ ഓർ ഈക്വൽ ടു -2 ഓർ എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 2 എന്നുള്ള വാല്യൂ ആണ് നമുക്ക് കിട്ടിയത്. ഇനി അടുത്തത് 1 ബൈ റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ മൈനസ് 7x പ്ലസ് 6 ൻ്റെ റൂട്ട് എന്ന് പറയുന്നത് പോസിറ്റീവ് ആയിരിക്കണം. അതിന് വേണ്ടിയിട്ട് എന്താ വേണ്ടത്? എക്സ് സ്ക്വയർ മൈനസ് 7x പ്ലസ് 6 എന്ന് പറയുന്നത് ഗ്രേറ്റർ ദാൻ 0 ആയിരിക്കണം. എക്സ് സ്ക്വയർ മൈനസ് 7x പ്ലസ് 6 എന്നുള്ളത് നമുക്ക് എങ്ങനെ എഴുതാം? എക്സ് മൈനസ് 1 ഇൻറ്റു എക്സ് മൈനസ് 6 എന്ന് എഴുതാം. സോ എക്സ് മൈനസ് 1 ഇൻറ്റു എക്സ് മൈനസ് 6 എന്നുള്ളത് ഗ്രേറ്റർ ദാൻ 0 ആയിരിക്കണം, വിച്ച് മീൻസ് എക്സ് ലെസ് ദാൻ 1 ആയിരിക്കണം, അല്ലെങ്കിൽ എക്സ് ഗ്രേറ്റർ ദാൻ 6 ആയിരിക്കണം. ഓക്കെ, സോ രണ്ട് കണ്ടീഷനും കൂടി കമ്പൈൻ ചെയ്യാം. നമുക്ക് രണ്ട് കണ്ടീഷനും കൂടി കമ്പൈൻ ചെയ്യുമ്പോൾ നമുക്ക് എന്താ കിട്ടണമെന്ന് വെച്ച് കഴിഞ്ഞാൽ എക്സ് എലമെൻറ്റ് ഓഫ് -∞ ടു -2 യൂണിയൻ ടു ഇൻഫിനിറ്റി ആണ് ഫസ്റ്റത്തെ എക്സ്പ്രഷനിൽ നിന്ന് കിട്ടിയത്. ആൻഡ് സെക്കൻഡത്തേന്ന് എക്സ് എലമെൻറ്റ് ഓഫ് -∞, 1 യൂണിയൻ 6 ടു ഇൻഫിനിറ്റി, ഗ്രേറ്റർ ദാൻ 6 അല്ലേ, 6 ടു ഇൻഫിനിറ്റി. സോ രണ്ടും കമ്പൈൻ ചെയ്യുമ്പോൾ എക്സ് എലമെൻറ്റ് ഓഫ് ഏറ്റവും ചെറുതെന്ന് പറയുന്നത് -∞ ടു -2 യൂണിയൻ ഏറ്റവും വലുത് 6, ഇൻഫിനിറ്റി. സോ R എന്ന് പറയുന്നത് -2, 6. Fourth question, the number of solutions of the equation
1/2 into x cube plus 1 equal to cubic root of 2x minus 1 is. ഇത് കാണാൻ വേണ്ടിയിട്ട് നമുക്കറിയാം തന്നിട്ടുണ്ട് 1/2 ഇൻറ്റു എക്സ് ക്യൂബ് പ്ലസ് 1 എന്ന് പറയുന്നത് 2x മൈനസ് 1 ക്യൂബിക് റൂട്ടിന് നമുക്ക് റേസ് ടു 1/3 എന്ന് എഴുതാം. എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത് 1/2 ഇൻറ്റു എക്സ് ക്യൂബ് പ്ലസ് 1 ആണ്. എഫ് ഇൻവേഴ്സ് ഓഫ് എക്സ് എന്ന് പറയുന്നത് 2x മൈനസ് 1 ദ ഹോൾ റേസ് ടു 1/3 ആണ്. ഓക്കെ, എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എഫ് ഇൻവേഴ്സ് ഓഫ് എക്സ് എപ്പോഴാണ് ഇൻ്റർസെക്റ്റ് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ വേർ y ഈക്വൽ ടു എക്സ് ആണ്. സോ 1/2 ഇൻറ്റു എക്സ് ക്യൂബ് പ്ലസ് 1 എന്ന് പറയുന്നത് എക്സ് ആണ്, വിച്ച് ഇംപ്ലൈസ് എക്സ് ക്യൂബ് പ്ലസ് 1 1ന് ഇപ്പുറത്തേക്ക് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 2x എന്ന് കിട്ടും. ഈ ഇക്വേഷൻസ് നമുക്ക് എങ്ങനെ എഴുതാം? എക്സ് ക്യൂബ് മൈനസ് 2x പ്ലസ് 1 ഈക്വൽ ടു 0. ഈ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ സോൾവ് ചെയ്യുമ്പോൾ എക്സ് മൈനസ് 1 ഇൻറ്റു എക്സ് സ്ക്വയർ പ്ലസ് എക്സ് മൈനസ് 1 ഈക്വൽ ടു 0 എന്ന് കിട്ടും. ഫൈനലി എക്സിൻ്റെ വാല്യൂ നമുക്ക് എന്ത് കിട്ടും? എക്സ് ഈക്വൽ ടു 1 കോമ എക്സ് ഈക്വൽ ടു മൈനസ് 1/2 പ്ലസ് ഓ മൈനസ് റൂട്ട് ഓഫ് 5/2. സോ നമുക്ക് കിട്ടിയ പോയിൻറ്റ്സ് ഏതൊക്കെയാണ്? എക്സ് ഈക്വൽ ടു 1 ഒരു പോയിൻറ്റ്, എക്സ് ഈക്വൽ ടു മൈനസ് 1/2 പ്ലസ് റൂട്ട് 5/2 ഒരു പോയിൻറ്റ്, എക്സ് ഈക്വൽ ടു മൈനസ് 1/2 മൈനസ് റൂട്ട് 5/2 പോയിൻറ്റ്. സോ നമുക്ക് ടോട്ടൽ പോയിൻറ്റ്സ് എന്ന് പറയുന്നത് 3 പോയിൻറ്റ്സ്. ഫിഫ്ത്ത് ക്വസ്റ്റ്യൻ, let a, b, c, d be an increasing sequence of real numbers which are in geometric progression if a plus d equal to 1 and 2 and b plus c equal to 48, then the value of a plus c plus 8 divided by b is. സോ നമുക്ക് തന്നേക്കുന്നത് എന്താണെന്ന് വെച്ചാൽ എ ബി സി ഡി എന്ന് പറയുന്നത് ഒരു ഇൻക്രീസിങ് സീക്വൻസ് ഓഫ് റിയൽ നമ്പേഴ്സാണ്. മാത്രമല്ല ഇവർ ജി പിയിലാണെന്നും പറഞ്ഞിട്ടുണ്ട്. പിന്നെ എന്തൊക്കെയാണ് തന്നേക്കണേ? എ പ്ലസ് ഡിൻ്റെ വാല്യൂ 112 ആണ് തന്നിട്ടുണ്ട്, ബി പ്ലസ് സിയുടെ വാല്യൂ 48 തന്നിട്ടുണ്ട്. നമുക്ക് ഫൈൻഡ് ചെയ്യുന്നത് എ പ്ലസ് സി പ്ലസ് 8 ഡിവൈഡ് ബൈ ബി ആണ്. സോ നമുക്ക് ആദ്യം തന്നേക്കണ വാല്യൂസ് എടുത്ത് എഴുതാം. എ പ്ലസ് ഡി ഈക്വൽ ടു 112 ആണ്, ബി പ്ലസ് സി ഈക്വൽ ടു 48 ആണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ അരിത്തമെറ്റിക് പ്രോഗ്രഷൻ ആയതുകൊണ്ട് തന്നെ എ എന്നുള്ളത് എ, ബി എന്നുള്ളത് എ ആർ എന്നും, സി എന്നുള്ളത് എ ആർ സ്ക്വയർ എന്നും, ഡി എന്നുള്ളതിന് എ ആർ ക്യൂബ് എന്നും റെപ്രസെൻ്റ് ചെയ്യാം. ആറാണ് ഇവിടുത്തെ കോമൺ റേഷ്യോ. സോ എ പ്ലസ് ഡിന്ന് നമുക്ക് എങ്ങനെ എഴുതാം? എ പ്ലസ് ഡിൻ്റെ വാല്യൂ എ ആർ ക്യൂബ് ഈക്വൽ ടു 112 ആണ്. എ കോമൺ ആയിട്ട് പുറത്തെടുക്കാം. 1 പ്ലസ് ആർ ക്യൂബ് ഈക്വൽ ടു 112. ഇക്വേഷൻ നമ്പർ 1 എന്ന് മാർക്ക് ചെയ്യുക. ബി പ്ലസ് സി, ബിൻ്റെ വാല്യൂ എ ആർ പ്ലസ് സി എ ആർ സ്ക്വയർ ഈക്വൽ ടു 48 ആണ്. സോ എ ഇൻറ്റു ആർ പ്ലസ് ആർ സ്ക്വയർ എന്ന് പറയുന്നത് 48 ആണ്. ഇക്വേഷൻ നമ്പർ 2 ആയിട്ട് എഴുതാം. സോ ഈ രണ്ട് ഇക്വേഷൻ 1 ഡിവൈഡ് ബൈ ഇക്വേഷൻ 2 ചെയ്യുമ്പോൾ നമുക്ക് എന്താ കിട്ടുക? 1 പ്ലസ് ആർ ക്യൂബ് ഡിവൈഡഡ് ബൈ ആർ പ്ലസ് ആർ സ്ക്വയർ എന്ന് പറയുന്നത് 112 ഡിവൈഡ് ബൈ 48 ആണ്, വിച്ച് ഈസ് ഈക്വൽ ടു 7/3 ആണ്. ഓക്കെ, പിന്നെ നമുക്ക് എന്ത് എഴുതാൻ പറ്റും? 1 പ്ലസ് ആർ സ്ക്വയർ ഡിവൈഡഡ് ബൈ ആർ എന്ന് പറയുന്നത് 7/3 എന്ന് എഴുതാൻ പറ്റും. ദെൻ ഈ ഇക്വേഷൻസ് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 3 പ്ലസ് 3r പ്ലസ് 3r സ്ക്വയർ ഈക്വൽ ടു 7r എന്ന് എഴുതാൻ പറ്റും. ഓക്കെ, സോ 300 സ്ക്വയർ മൈനസ് 3r സ്ക്വയർ മൈനസ് 3r മൈനസ് 7r എന്ന് പറയുന്നത് മൈനസ് 4r ആണ്, പ്ലസ് 3 ഈക്വൽ ടു 0 എന്ന് എഴുതാം. അപ്പോൾ ഈ ഇക്വേഷൻസ് നമ്മൾ സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? r ഈക്വൽ ടു 3 എന്ന് കിട്ടും, r ഈക്വൽ ടു 1/3 എന്ന് കിട്ടും. സോ r ഈക്വൽ ടു 3 ഇക്വേഷനിൽ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ a ഇൻറ്റു
ആർ പ്ലസ് ആർ സ്ക്വയർ എന്നുള്ളത് എന്താവും 3 പ്ലസ് 3 സ്ക്വയർ എന്ന് പറയുന്നത് 48 എന്ന് കിട്ടും. സോ 9 പ്ലസ് 3 എന്ന് പറയുന്നത് 12a ഈക്വൽ ടു 48 ഇംപ്ലൈസ് a ഈക്വൽ ടു 48 ഡിവൈഡ് ബൈ 12 വിച്ച് ഈസ് ഈക്വൽ ടു 4. സോ സീക്വൻസ് എന്ന് പറയുന്നത് എന്താവും 4a പിന്നെ എ ആർ എന്ന് പറയുന്നത് ആറിൻ്റെ വാല്യൂ 3 ആണ്. 4 ഇൻറ്റു 3 വിച്ച് ഈസ് ഈക്വൽ ടു 12. എ ആർ സ്ക്വയർ എന്ന് പറയുമ്പോൾ 3 സ്ക്വയർ 9, 9 ഇൻറ്റു 4 എന്ന് പറയുന്നത് 36 ആവും. ഫൈനൽ ടേം 108 ആവും. ഓക്കെ സോ നമ്മുടെ ക്വസ്റ്റ്യനിൽ എന്താണ് ഫൈൻഡ് ചെയ്യേണ്ടത്? എ പ്ലസ് സി പ്ലസ് 8 ഡിവൈഡഡ് ബൈ ബി ഈക്വൽ ടു എൻ്റെ വാല്യൂ 4 ആണ്, സിയുടെ വാല്യൂ 36 ആണ്, പ്ലസ് 8 ഡിവൈഡഡ് ബൈ ബി എന്ന് പറയുന്നത് 48 ഡിവൈഡഡ് ബൈ 12 വിച്ച് ഈസ് ഈക്വൽ ടു 4.